ഹലോ, എന്തൊക്കെയുണ്ട്? ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രെൻഡി ഹോളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാൻ നാട്ടിൽ പോയ സമയത്ത് എനിക്ക് അതിന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് വാങ്ങിയപ്പോൾ 2 ഡ്രസ്സ് എനിക്ക് ഡെലിവറി ആയില്ല. ഞാനാണെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. അതാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തത്. അപ്പോൾ റീഫണ്ട് തരാൻ വേണ്ടിയിട്ട് അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ ഞാൻ റീഫണ്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് കോയിനായിട്ട് എൻ്റെ ഒരു ഇതിലേക്ക് മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് ഞാനത് ഓർത്തപ്പോൾ എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായിട്ട് ആഗ്രഹമില്ല 2 പാത്രങ്ങളാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഒന്നൊരു പോട്ടാണ്, ഒന്ന് പിന്നെ ഉള്ളത് ഗ്ലാസിൻ്റെ കുറച്ച് കണ്ടെയ്നറാണ്. ചെറിയ നമ്മൾ കുപ്പികൾ നമുക്ക് പറയില്ല, അത് നമ്മൾ പൊടികളൊക്കെ ഇട്ടേക്കാൻ പറ്റിയ 2-3 കുപ്പികളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഹോള് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം വന്നിട്ടുള്ളത് ഇതാണ്. ഇതൊരു കാർട്ടൂൺ ബോക്സിലായിരുന്നു. ഞാൻ ആ കാർട്ടൂൺ ബോക്സ് മാറ്റിയിട്ട് ഞാനിങ്ങനെ വെച്ചതാണ്, കാരണം അത് ഭയങ്കര ഒരു അലമ്പ് കാർട്ടൂൺ ബോക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് ഇതൊരു ഫോട്ടോ ഉണ്ട് തോന്നുന്നു. ഈ സംഭവമാണ് കേട്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല. ഈ ഗ്ലാസ് പോട്ടാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ കാട്ടിലിട്ട് വെച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് കളയേണ്ടത് ഇവിടെ നിന്നോട്ടെ, അതുന് ഇഷ്ടമാണ് ഇത് പൊട്ടിച്ചളിക്കുന്നത്. ഇതാണ് അതിൻ്റെ അടപ്പ് വരുന്നത്. ഇനി പോട്ട് എങ്ങനെ ഉണ്ടോ നോക്കാം. അതിന് നല്ല സന്തോഷമായിരിക്കും. ഇഷ്ടം പോലെ ബബിൾ റാപ്പ് ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ വരുന്നത്. ഇതാണ് പോട്ട് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ പച്ചക്കറികളൊക്കെ വേവിക്കാം, അങ്ങനത്തെ പാസ്റ്റയൊക്കെ വേവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു പാത്രമാണ്. ഇത് കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ് കേട്ടോ. ഇത് എങ്ങനെയുണ്ട്, നല്ല പാത്രമാണ്, കുഴപ്പമില്ല. ഇവിടെ ഒരു ഹോളൊക്കെ വരുന്നുണ്ട്, സാധാ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ അടപ്പിനൊക്കെ വരുന്ന പോലെ. നല്ല രസമുണ്ട് അല്ലേ. ഇനിയുള്ളത് കണ്ടെയ്നേഴ്സാണ് കേട്ടോ, നമ്മുടെ ഹോം ബോക്സിൻ്റെയാണ്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ഇതിൻ്റെ 3 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു കോയിന് ഞാൻ പറഞ്ഞില്ലേ, ആ ഡ്രസ്സ് വാങ്ങിയ പൈസ ആയിരുന്നു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 4 എണ്ണമാണ് ഞാൻ ഓർഡർ കൊടുത്തത്, പ്ലസ് ആ പോട്ടാണ് കൊടുത്തത്. അങ്ങനെ ഇത് 2 കൂടെ ആയപ്പോഴേക്കും എൻ്റെ പൈസ ഏകദേശം കറക്റ്റായി. പിന്നെ കൂടുതൽ വേറെ ഒന്നും ഞാൻ കൊടുത്തില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഞാൻ താഴെ വെച്ചിട്ടാട്ടോ തുറക്കുന്നത്, കാരണം ഇത് കുറച്ച് പ്രശ്നം, വലിയ ബോക്സാണ്. ഹോം ബോക്സിൻ്റെ ഒന്നും കൂടി അടിപൊളി പാക്കേജാണ് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ഇതും നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആ പോട്ടിനേക്കാൾ അടിപൊളിയായിട്ട് ഇതാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. 4 എണ്ണമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ 2 ഇതായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നല്ല കട്ടിയിലാണ് കേട്ടോ. ഇത് എറിഞ്ഞാൽ പോലും പൊട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. നല്ല കട്ടിയിലാണ് അത് പാക്ക് ചെയ്തിട്ടുള്ളത്. ഒരു അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ട് ആദ്യമായിട്ടായിട്ട് എനിക്കൊരു കൊറിയർ വരുന്നത്. ഇതാണ് ബോക്സ്. ഇങ്ങനത്തെ 4 എണ്ണം ഉണ്ട്, 2 എണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. കയ്യിൽ കൊള്ളൂല. ഇതാണ് 4 ഇങ്ങനെ 4 എണ്ണമാണ്. എന്തെങ്കിലും പൊടികളോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ടേക്കാം, നമ്മളെ ഇഷ്ടത്തിന് ഇട്ടേക്കാം. ഇങ്ങനത്തെ 2 എണ്ണം എൻ്റെ കയ്യിൽ ഉണ്ട് ഓൾറെഡി. ഞാൻ ഹോം ബോക്സിൽ പോയപ്പോൾ അവരുടെ ഷോറൂമിൽ പോയി വാങ്ങിയതായിരുന്നു. ഇത് ഞാനിപ്പോൾ പൈസ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ വാങ്ങിയത്. അപ്പം എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ ഞാൻ വാങ്ങിയ പാത്രങ്ങൾ? പാത്രങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ഒന്നൊരു പോട്ട്, അതാണ്. ഇത് കണ്ടെയ്നേഴ്സോ എന്താ ഇതിന് പറയുക, ചെറിയ കുട്ടി. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ലിങ്ക് എന്തായാലും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ. നല്ല സാധനമാണ്. ആ പോട്ടാണെങ്കിലും അടിപൊളിയാണ്. ഇനി അത് യൂസ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു ടീ പോട്ട് ഉണ്ട്, അത് ഞാൻ യൂസ് ചെയ്തിട്ട് പ്രശ്നമൊന്നുമില്ല. തീ കത്തിച്ചിട്ടും പ്രശ്നമൊന്നുമില്ല, അത് വലിയതില്ല. കൂടുതൽ ഞാൻ ചെറിയ തീയിലേ ഇടാറുള്ളൂ, അതുകൊണ്ട് ഇടാറില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. Bye.